മലയാളികളുടെ ഇക്കാലത്തെ പ്രിയപ്പെട്ട നടനാണ് ജയറാം. കോമഡിയിൽ നിന്ന് സിനിമയിലെത്തിയ നടൻ 1988-ൽ പുറത്തിറങ്ങിയ പത്മരാജൻ ചിത്രം അപരനിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക് സിനിമകളിൽ സജീവമായ താരം വേദികളിൽ തൻ്റെ മിമിക്രിയിലൂടെയും അവതരണത്തിലൂടെയും കാണികളെ കയ്യിലെടുക്കുന്ന കഴിവിനാലും ശ്രദ്ധേയപ്പെട്ടു. പൊന്നിയിൻ സെൽവൻ എന്ന മണിരത്നം സംവിധാനം ചെയ്ത പാൻ ഇന്ത്യൻ ചിത്രത്തിൻ്റെ ഇവന്റിനിടെ ജയറാം സെറ്റിലെ വിശേഷങ്ങളെക്കുറിച്ച് ഹാസ്യരൂപേണ പറഞ്ഞ വലിയ രീതിയിൽ വൈറലായിരുന്നു. ഇപ്പോഴിതാ താരത്തിൻ്റെ പഴയൊരു വീഡിയോയാണ് ട്രോളന്മാർ സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊക്കി ആഘോഷിക്കപ്പെടുന്നത്. കുടുംബസമേതം ജയറാം ചടങ്ങിലെത്തിയ താരം തൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളുടെ നിലയിൽ ഒരു കഥ കാണികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു. ഒരു പിഷാരടി കുട്ടി. ഭരതനാട്യത്തിൽ വലിയ ഡാൻസറായിരുന്നു ആ കുട്ടി. ഒരു ദിവസം കുട്ടിയുടെ ഡാൻസ് പരിപാടിക്കിടെ കട്ടൻ വലിക്കുന്ന ഡ്യൂട്ടി തനിക്ക് തരാമോ എന്ന് എൻസിസിക്കാരോട് ചോദിച്ചു. കാരണം അവിടെയെങ്കിലും ഷാരടിയുമായി എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടും എന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. അങ്ങനെ കട്ടൻ വലിക്കാനായി ഞാനവിടെ ഇരുന്നു. ഷാരടി ഡാൻസ് തുടങ്ങി. ആ ഡാൻസ് കഴിയുന്നതുവരെ ആ കുട്ടി എൻ്റെ മുഖത്ത് തിരിഞ്ഞുപോലും നോക്കിയില്ല. അതിനുള്ള ദേഷ്യവും സങ്കടവും സഹിക്കാൻ വയ്യാതെ കട്ടൻ ഇനി ജീവിതകാലത്ത് ഒരു മനുഷ്യനെക്കൊണ്ടും അഴിക്കാൻ കഴിയാത്ത രീതിയിൽ ഞാൻ കെട്ടിയിട്ടു. ഡാൻസ് കഴിഞ്ഞ് കൈ മേലേക്കെടുത്ത് ഒറ്റക്കാലിൽ നിന്നുള്ള പോസിലാണ് ഷാരടി നിന്നത്. കട്ടനിടെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ആര് പറഞ്ഞാലും വിചാരിച്ചാലും ആ കട്ടൻ താഴ്ത്തിടാൻ സാധിക്കില്ല. ഷാരടി അവസാനം മടുത്ത തൊഴുതിട്ട് പോകാമെന്ന് ഞാൻ കരുതിയത്. പക്ഷേ ആ വിവരം കേട്ട പെണ്ണ് ഒറ്റക്കാലിൽ തുള്ളി തുള്ളി സ്റ്റേജിൽ നിന്ന് പോകുന്നതാണ് ഞാൻ കണ്ടത്. ജയറാമിന് തൊട്ടു പിന്നാലെ വേദിയിലിരുന്ന പാർവതി കഥയിൽ വ്യക്തത വരുത്തിയതും കാണികൾ ചിരിയുണർത്തി. ഈ ഷാരടിയുടെ കഥ ഞാൻ ആദ്യമായാണ് കേൾക്കുന്നതെന്നും നല്ലൊരു കഥ നിങ്ങൾ കേട്ട് എൻജോയ് ചെയ്തതിൽ സന്തോഷമുണ്ടെന്നും പാർവതി പറഞ്ഞു. കമന്റ് ജയറാമിൻ്റെ കഥയ്ക്ക് ട്രോളുകളുമായി എത്തുന്നവരുമുണ്ട്. കുറച്ചുകാലം ഇന്നസെന്റ് പറഞ്ഞ കഥയായിരുന്നു ഇതെന്നും പേര് മാറ്റി ജയറാം എടുത്തതെന്നും ഇനി വേറെ ഒരു പരിപാടി മുകേഷോ രമേഷ് പിഷാരടിയോ ഇത് അവതരിപ്പിക്കുമെന്നാണ് ഒരാൾ കമന്റ് ഇട്ടത്. പാർവതി ചേച്ചി പറഞ്ഞത് നന്നായി, ഇല്ലെങ്കിൽ കഥ എല്ലാവരും വിശ്വസിച്ചേനെ എന്ന് മറ്റൊരു രീതി കമന്റും വീഡിയോയ്ക്ക് താഴെ വരുന്നു.